വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് precipitation titrationsനെ പറ്റിയിട്ടാണ്. അപ്പോൾ what are precipitation titrations? Precipitation titrations are those in which the reaction between the titrant and the analyte solution is accompanied by the formation of a precipitate. അതായത് precipitation titrations എന്ന് പറഞ്ഞാൽ titrations in which ടൈട്രൻറ്റും അനലൈറ്റും തമ്മിലുള്ള റിയാക്ഷൻ്റെ കൂടെ തന്നെ ഒരു പ്രസിപ്പിറ്റേറ്റും കൂടി ഫോം ചെയ്യുന്ന ടൈട്രേഷൻസ് ആണ് precipitation titrations. അതിൽ മോസ്റ്റ് കോമൺ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിൽവർ നൈട്രേറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള precipitation titrations ആണ്. ആൻഡ് ദേ ആർ റെഫേർഡ് ടു ആസ് അർജൻറ്റോമെട്രിക്. അതിലൊരു എക്സാമ്പിൾ ആണ് NaCl വേഴ്സസ് AgNO3 ആൻഡ് ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഇസ് പൊട്ടാസ്യം ക്രോമേറ്റ്. AgNO3 പ്ലസ് NaCl ഗിവിംഗ് AgCl പ്ലസ് NaNO3. ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരുന്നത് AgCl ആണ്. ഓക്കെ, അപ്പോൾ പൊട്ടാസ്യം ക്രോമേറ്റ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ഒരു യെല്ലോ കളർ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈക്വലൻസ് പോയിന്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സിൽവർ അയൺസ് ആയിട്ട് ക്രോമേറ്റ് അയൺ റിയാക്ട് ചെയ്തുകൊണ്ട് സിൽവർ ക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. അങ്ങനെയാണ് എൻഡ് പോയിന്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ AgCl പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊയാഗുലേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ Ag+ അയോൺസ് അഡ്സോർബ് ചെയ്യപ്പെടുന്നു. ഈ Ag+ അയോൺസിലേക്ക് ക്രോമേറ്റ് അയൺ വന്ന് ഈ Ag2CrO4 എന്ന് പറഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായി. ആ പ്രസിപ്പിറ്റേറ്റിന് മൊത്തത്തിൽ AgClൻ്റെ മൊത്തത്തിലുള്ള പ്രസിപ്പിറ്റേറ്റിന് ഒരു റെഡിഷ് ചേഞ്ച് കളർ ഇമ്പാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? An adsorption indicator is an organic compound that tends to get adsorbed on the surface of the precipitate formed in a precipitation titration near its equivalent point such that the resulting color change becomes indicative of the endpoint. ഓക്കെ, അപ്പോൾ ജനറലി ഇവർ വീക്ക് ആസിഡ്സ് അല്ലെങ്കിൽ വീക്ക് ബേസസ് ആണ് capable of producing anions or cations. അപ്പോൾ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അത് precipitation titrationസിൽ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റിന്റെ സർഫസിന് അഡ്സോർബ് ചെയ്തുകൊണ്ട് ഈക്വലൻസ് പോയിന്റ് എത്തുമ്പോൾ കളർ ചേഞ്ച് കാണിച്ച് എൻഡ് പോയിന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. മനസ്സിലായല്ലോ? അവർ വീക്ക് ആസിഡ്സ് അല്ലെങ്കിൽ വീക്ക് ബേസസ് ആയിരിക്കും which are capable of producing anions or cations. Okay, അപ്പോൾ those capable of producing indicator anions are called anionic indicators and those capable of producing indicator cations are called cationic indicators. അപ്പോൾ ആദ്യത്തെ anionic indicators എന്ന് പറയുന്നതിലത്തെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലൂറസിൻ, ഡൈക്ലോറോഫ്ലൂറസിൻ, ടെട്രാബ്രോമോഫ്ലൂറസിൻ ആൻഡ് ടെട്രാഐഡോഫ്ലൂറസിൻ. ഓക്കെ, അപ്പോൾ precipitation titrations involving halide ions with nitrate, സിൽവർ നൈട്രേറ്റിലുള്ള അങ്ങനത്തെ അത്തരം ടൈട്രേഷൻസിൽ ഇതൊക്കെ നമ്മൾ അനയോണിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇനി കാറ്റയോണിക് ഇൻഡിക്കേറ്റേഴ്സിലാണെങ്കിൽ മീഥൈൽ വയലറ്റ്, റൊഡാമിൻ 6G, പാരാഇത്തോക്സി ക്രിസോഡിൻ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അനയോണിക് ഇൻഡിക്കേറ്റേഴ്സിലത്തെ ഫ്ലൂറസീനും ഡൈക്ലോറോഫ്ലൂറസീൻ്റെയും സ്ട്രക്ചേഴ്സ് കാണിച്ചിരിക്കുന്നു, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. അതുപോലെ തന്നെ കാറ്റയോണിക് ഇൻഡിക്കേറ്റേഴ്സിലത്തെ പാരാഇത്തോക്സി ക്രിസോഡിൻ ആണ് ഇവിടെ സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് മോഡ് ഓഫ് അപ്ലിക്കേഷൻ. ഇവിടെ നമ്മൾ ഫെജൻസ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഫെജൻസ് മെത്തേഡിൽ ഫ്ലൂറസീൻ ആണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോറൈഡ് അയോൺസ് വേഴ്സസ് സിൽവർ നൈട്രേറ്റ് ടൈട്രേഷനിൽ. അപ്പോൾ നേരത്തെ എക്സാമ്പിൾ കാണിച്ചത് തന്നെയാണ് AgNO3 പ്ലസ് NaCl ഗിവിംഗ് AgCl പ്ലസ് NaNO3. ആകെ വ്യത്യാസം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ ഫ്ലൂറസീൻ ആണ്. ഒരു അനയോണിക് ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ എൻഡ് പോയിന്റ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ എ കളർ ചേഞ്ച് ഓഫ് ലൈറ്റ് യെല്ലോ ടു റോസ് റെഡ്. ഇപ്പോൾ ലൈറ്റ് യെല്ലോയിൽ നിന്ന് റോസ് റെഡ് ആവുന്ന കളർ ചേഞ്ച് ആണ് ഇവിടുത്തെ എൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇനി മെക്കാനിസം. ഫ്ലൂറസീൻ ആയിട്ട് നമ്മൾ HFl എടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ആനയോണിക് ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വിച്ച് വിൽ പ്രൊഡ്യൂസ് ആനയോൺസ് ഇൻ ദ കറസ്പോണ്ടിങ് titration reaction. Okay, which is a weak acid which ionizes partially in solution to yield light yellow fluorescinate ions. Fl മൈനസ് ആയിട്ടുള്ള Fl മൈനസ് ആണ് ഇവിടെ കാണിക്കുന്നത്. Fl മൈനസ് ഫ്ലൂറസിനേറ്റ് അയോൺസ് ആയിട്ട് അത് സൊല്യൂഷനിൽ പാർഷ്യലി അയണൈസ് ചെയ്യുന്നു. ലൈറ്റ് യെല്ലോ കളറാണ് Fl മൈനസ്. ഇനി ബിഫോർ ദി എൻഡ് പോയിന്റ് ഇൻ ദ ടൈട്രേഷൻ ഓഫ് Cl മൈനസ് വിത്ത് Ag പ്ലസ് ദ Cl മൈനസ് അയോൺസ് ആർ ഇൻ എക്സസ്. ഓക്കെ, അതായത് എൻഡ് പോയിന്റിന് മുമ്പ് എന്തായിരിക്കും അവസ്ഥ എന്നാണ് പറഞ്ഞത്. അതായത് Cl മൈനസ് അയോൺസ് ആണ് എക്സസ് ആയിട്ട് ഉണ്ടാവുക.
Then colloidal AgCl particles are negatively charged because of the preferential surface adsorption of excess Cl minus ions from solution, and these forms the primary or fixed layer. അതായത് എക്സസ് Cl മൈനസ് അയോൺസ് ആണ് സൊല്യൂഷനിൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞില്ലേ നമ്മൾ എൻഡ് പോയിന്റിന് മുമ്പാണെങ്കിൽ. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? AgCl precipitate ആയിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത് Cl മൈനസ് അയോൺസുകളായിരിക്കും. കാരണം എക്സസ് ആയിട്ട് നിൽക്കുന്നത് Cl മൈനസ് അയോൺസ് ആണ്. അതാണ് ആദ്യത്തെ ഫിക്സ്ഡ് ലെയർ അല്ലെങ്കിൽ പ്രൈമറി ലെയർ ഉണ്ടാക്കുന്നത്. Then the secondary or diffuse layer alongside contains an equivalent excess of Na plus ions. അപ്പോൾ നമുക്ക് ആലോചിക്കാം, Cl മൈനസ് അയോൺസ് അബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസുകൾ അവിടെ അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് ആരാണ്? Na+ ആണ്. അപ്പോൾ അതാണ് സെക്കൻഡറി അല്ലെങ്കിൽ ഡിഫ്യൂസ് ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതായത് AgCl ബ്രാക്കറ്റഡ് ഡോട്ട് Cl മൈനസ് എന്നിട്ടൊരു ബാർ ഇട്ടിട്ട് Na+. അപ്പോൾ Cl മൈനസ് ആണ് പ്രൈമറി ലെയർ, Na+ കാണിച്ചിരിക്കുന്നത് സെക്കൻഡറി ലെയർ ആണ്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ബിഫോർ എൻഡ് പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ അവിടുത്തെ എന്താ സംഭവിച്ചിരിക്കുന്നത്? എക്സസ് Cl മൈനസ് ഉള്ളപ്പോൾ Cl മൈനസ് ആദ്യം വന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ആ Cl മൈനസിന്റെ നെഗറ്റീവ് ചാർജ് കാരണം Na+ പോസിറ്റീവ് അയോൺസ് വന്ന് സെക്കൻഡറി ലെയർ ഫോം ചെയ്യുന്നു. Then Fl minus ions impart a yellow green color to the solution. അപ്പോൾ Fl മൈനസ് ഇവിടെ യെല്ലോ ഗ്രീൻ കളർ ആണ് സൊല്യൂഷന് ഇമ്പാർട്ട് ചെയ്യുന്നത്. ആസ് സൂൺ ആസ് ദി ഈക്വലൻസ് പോയിന്റ് ഇസ് ഓവർ ദ Ag+ ions are in excess. ഇത്ര നേരം പറഞ്ഞത് എൻഡ് പോയിന്റ് എത്തുന്നതിന് മുമ്പാണ്. എൻഡ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ ഈക്വലൻസ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ Ag+ ions ആയിരിക്കും അവിടെ എക്സസ് ആയിട്ടുണ്ടാവാം. അപ്പോൾ AgCl particles preferentially adsorb Ag+ ions and this constitute the primary or fixed layer. അപ്പോൾ ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ Ag+ ions എക്സസ് ആയി വരുമ്പോൾ Ag+ ആണ് അവിടെ പ്രിഫറൻഷ്യൽ ആയിട്ട് AgCl പാർട്ടിക്കിൾസിൽ അഡ്സോർബ് ചെയ്യപ്പെടുക. എന്നിട്ട് അതാണ് പ്രൈമറി അല്ലെങ്കിൽ ഫിക്സ്ഡ് ലെയർ ഉണ്ടാക്കുക. ഇനി anions including NO3 minus Fl minus in the solution are attracted to form secondary diffuse counter ion layer. മനസ്സിലായല്ലോ? അതായത് കൗണ്ടർ അയോൺ ആയിട്ടിരിക്കുന്ന നെഗറ്റീവ് അയോൺസ് അല്ലെങ്കിൽ ആനയോൺസ് ആരൊക്കെയാണ് ഇവിടെ? NO3 മൈനസും Fl മൈനസ്, അതായത് ഫ്ലൂറസിനേറ്റ് ആനയോൺസ് ആണ്. അവർ രണ്ടും വന്ന് ഈ സെക്കൻഡറി ലെയർ ഫോം ചെയ്യുന്നു. കാരണം Ag+ ഓൾറെഡി പോസിറ്റീവ് പാർട്ടാണ് അല്ലേ? അപ്പോൾ അതിലേക്ക് നെഗറ്റീവ് അയോൺസ് ആണ് അട്രാക്ട് ചെയ്യപ്പെടുക. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. AgCl ഡോട്ട് Ag+, സോറി 1 സെക്കൻഡ്. ഓക്കെ, അതായത് AgCl ന്റെ കൂടെ വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രൈമറി ലെയർ ആയിട്ട് Ag+ ആണ്. എന്നിട്ടാണ് അതിന്റെ സെക്കൻഡറി ലെയർ ഫോം ചെയ്യുന്നത്. NO3 മൈനസ് ആവാം അല്ലെങ്കിൽ Fl മൈനസ് ആവാം. ഇപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്നത് NO3 മൈനസ് സെക്കൻഡറി ലെയർ ഫോം ചെയ്തിരിക്കുന്നു. കണ്ടീഷൻ ദാറ്റ് എക്സസ് Ag+ ആഫ്റ്റർ എൻഡ് പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് AgCl ഡോട്ട് Ag+, അത് പ്രൈമറി ലെയർ ഫോം ചെയ്യുമ്പോൾ Fl മൈനസ് ആയിട്ടുള്ള സെക്കൻഡറി ലെയർ അല്ലെങ്കിൽ ഡിഫ്യൂസ് ലെയർ അവിടെ ഫോം ചെയ്യുന്നു. അവിടെയും കണ്ടീഷൻ സെയിം തന്നെ. ആഫ്റ്റർ എൻഡ് പോയിന്റ് എക്സസ് Ag+ ആർ present. ഇനി the resulting AgCl Ag+ / Fl minus aggregate has a rose red color and its formation serves as a visual indication of the end point. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന Fl മൈനസ് വന്ന് അഡ്സോർബ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു റോസ് റെഡ് കളറാണ് ഫോം ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എൻഡ് പോയിന്റ് എത്തിയെന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് രണ്ട് കണ്ടീഷൻസും അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റുകളും കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. ഇത് കുറേ AgCl പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ? അപ്പോൾ കുറേ AgCl പാർട്ടിക്കിൾസിൽ കുറച്ച് NO3 മൈനസിനോടും കുറച്ച് Fl മൈനസിനോടായിട്ടാണ് അതായത് സെക്കൻഡറി ലെയർ ഫോം ചെയ്യപ്പെടുക. അപ്പോൾ കുറച്ചെണ്ണം തന്നെ അല്ലെങ്കിൽ ഒരു ഹാഫ് പോർഷൻ തന്നെ Fl മൈനസിനോട് ഈ സെക്കൻഡറി ലെയർ ഫോം ചെയ്താൽ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? പ്രസിപിറ്റേറ്റിന് നമുക്ക് ആ റോസ് റെഡ് കളർ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ രണ്ടിനോടും ഒരുപോലെ തന്നെ സെക്കൻഡറി ലെയർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ Fl മൈനസിനോടും ഉണ്ടാക്കുന്ന കാരണം നമുക്ക് പറയാം അതും ഒരു റോസ് റെഡ് കളർ നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ചോയ്സ് ഓഫ് പ്രോപ്പർ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ. Condition for suitable adsorption indicator എന്താണ്? The adsorbability of the ion being titrated on the precipitate should always be higher than that of the indicator ion. അതായത് adsorbability
ഒരു ടൈട്രേറ്റ് ചെയ്യപ്പെടുന്ന അയണിന്റെ അഡ്സോർബിലിറ്റി, പ്രസിപിറ്റേറ്റിനോടുള്ള അഡ്സോർബിലിറ്റി ഇൻഡിക്കേറ്റർ അയണിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. അതായത് ആദ്യം പ്രൈമറി ലെയർ ഫോം ചെയ്യുന്നത് ഈ ടൈട്രേറ്റഡ് ആയിട്ടുള്ള അയൺ ആണ്, അല്ലാതെ ഇൻഡിക്കേറ്റർ അല്ല. ഓക്കെ, ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ഫ്ലൂറസിൻ ഇൻ ദി ടൈട്രേഷൻ ഓഫ് Cl-. ഇപ്പൊ മനസ്സിലായല്ലോ, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ, Cl- against Ag+ നമ്മൾ കണ്ടിരുന്നപ്പോൾ പറഞ്ഞു പ്രൈമറി ലെയർ എപ്പോഴും ആദ്യം തന്നെ എൻ പോയിന്റിന് മുമ്പ് ഉണ്ടാവുന്നത് Cl- അയൺ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. എൻ പോയിന്റിന് ശേഷം ആരാണ്, Ag+ അയൺസ് ആയിട്ടാണ്. അല്ലാതെ Fl- അയൺസ് ഒരിക്കലും പ്രൈമറി ലെയർ ഇവിടെ ഫോം ചെയ്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയാണ് പ്രസിപിറ്റേഷൻ ടൈട്രേഷൻസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ആസിഡ് ബേസ് കൺസെപ്റ്റ്സിലത്തെ ഒരു ചെറിയ പോർഷൻ ഞാൻ എടുത്തിട്ടില്ല. അത് ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. According to this Lewis concept, an acid is a substance which can accept a pair of electrons and base is a substance which can donate a pair of electrons. Okay, അതായത് ലൂയിസ് കൺസെപ്റ്റ് പ്രകാരം ഒരു ആസിഡ് എന്ന് പറയുന്നത് വിച്ച് ക്യാൻ ആക്സെപ്റ്റ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിന്റെ ഒരു പെയറിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള സബ്സ്റ്റൻസ് ആണ്. ബേസ് എന്ന് പറയുന്നത് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്ററും ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണറുമാണ്. എക്സാമ്പിൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. Consider the reaction between NH3 and BF3 to form H3 and BF3. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, NH3യിൽ ഒരു ലോൺ പെയർ ഉണ്ട്, അതാണ് BF3. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോറോൺ ആറ്റം ഉണ്ടല്ലോ ഈ BF3യിലത്തെ, അതിലേക്ക് Nയിലത്തെ ലോൺ പെയർ ആണ് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ NH3 ഒരു ബേസ് ആയിട്ടും BF3 ആസിഡ് ആയിട്ടും കാണിക്കുന്നു, അതായത് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, കൺസിഡർ ദ കോമ്പിനേഷൻ ഓഫ് NH3 ആൻഡ് H+ ടു ഫോം അമോണിയം അയൺ NH4+. അപ്പോൾ ഇവിടെയും NH3യിലാണ് ലോൺ പെയർ ഉള്ളത്, H+ ആയിട്ടുള്ള മൊയിറ്റിയിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഈ NH3യിൽ നിന്ന് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ H+ വാങ്ങിയിട്ട് എന്ത് സംഭവിക്കുന്നു, NH4+ ആയിട്ടുള്ള അതായത് അയോൺ ഉണ്ടാവുന്നു, അമോണിയം അയോൺ ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ NH3 ഇലക്ട്രോൺ പെയർ ഡോണർ ആയതുകൊണ്ട് അത് ബേസും, H+ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആയതുകൊണ്ട് അത് ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഇനി അതർ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. F- BF3 ആയിട്ട്. F- എക്സ്ട്രാ 2 ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ആ പെയർ ഓഫ് ഇലക്ട്രോൺസ് BF3യിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇത് BF4- ആവുന്നു. അപ്പോൾ F- ബേസും BF3 ആസിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനി Ag+ അയൺ അതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അപ്പോൾ അതിലേക്ക് 2 Cn- വരുമ്പോൾ അത് ഒരു ഇലക്ട്രോൺ പെയറിനെ Ag+ലേക്ക് കൊടുത്തുകൊണ്ട് എന്താവുന്നു, Cn ട്വൈസ് മൈനസ്. അപ്പോൾ Ag+ ആസിഡും Cn- ബേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. All substances which have vacant orbitals to accept electrons thus can be classified as Lewis acids. അതായത് substances having vacant orbitals ഉള്ള സബ്സ്റ്റൻസസിനും ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ലൂയിസ് ആസിഡ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, കാരണം അവർക്കും ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും അല്ലേ. അപ്പോൾ അതിലത്തെ എക്സാമ്പിൾസ് ആണ് ഇനി പറയുന്നത്. All cations are regarded as Lewis acids because they can accept electrons. നമുക്കറിയാം കാറ്റയോൺസ് എല്ലാം പോസിറ്റീവ് ചാർജ്ഡ് ആണ്, അപ്പോൾ അവർക്ക് ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അല്ലേ. അപ്പോൾ അതിലത്തെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന വീക്ക് ആസിഡ്സ് ആർ Na+, K+, Ca2+, Ba2+, ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ആർ H+, Ag+, Fe2+, etc. ഓക്കെ, വീക്കും സ്ട്രോങ്ങും പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വെച്ചിട്ടാണ്. ഇനി Ag++ 2Cn- ഗിവിങ് AgCn ട്വൈസ് മൈനസ്, അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. ഇനി ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് സച്ച് ആസ് BF3AlCl3, അത് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, NH3 BF3 ആയിട്ടുള്ള റിയാക്ഷനിൽ the boron atom in BF3 is electron deficient, so it accepts a pair of electron from NH3, that is accepts a pair of electron from nitrogen atom of NH3. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും എന്തായിട്ട് പറയുന്നു, ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. which have not completed their octet around the central metal atom. അതായത് ഈ ഇതിലത്തെ സെൻട്രൽ മെറ്റൽ ആരാണ്, BF3യിലത്തെ B ആണ്, AlCl3യിലത്തെ Al ആണ്. അപ്പോൾ അവരിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ അവരും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ലൂയിസ് ആസിഡ്സ് ആയിട്ട്.
Okay, then molecules like SnCl4, SiF4, SbFi, etc., in which the central atoms have the vacant d orbitals and thus are capable of going beyond the octet state, can act as Lewis acids. Okay. അപ്പോൾ SnCl4, SiO4, SbF5 ഇവർക്കൊക്കെ സെൻട്രൽ ആറ്റത്തിന് ഡി ഓർബിറ്റൽസ് വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതുപോലെ ലൂയിസ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അതിൽ എക്സാമ്പിൾ ആണ് SiF4+ 2F- ഗിവിങ് SiF6 2-. അപ്പോൾ ഇവിടെ ബേസ് ആയിട്ട് F- ആണ് ആക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് SiF6 2- ആയിട്ട് SiF4 മാറുന്നു. All anions like F-, Cn-, etc. molecules having lone pair of electrons like NH3H2O, ether, etc. alkenes or alkynes that can form sigma or pi complexes with species like metal ions or atoms, etc. can be categorized as Lewis bases. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ലൂയിസ് ആസിഡ്സ് എത്ര എക്സാമ്പിൾസ് ഉണ്ടെന്നാണ്, ഏത് കാറ്റഗറീസ് ഉണ്ടെന്നാണ്. ഇനി ലൂയിസ് ബേസസ് ആയിട്ട് ഇവിടെ പറയുന്ന F-, Cn- പോലെയുള്ള ആനയോൺസും പിന്നെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകാവുന്ന മോളിക്യൂൾസ് ലൈക്ക് NH3H2O, ഈതർ അതുപോലെയുള്ളതും, അതുപോലെ തന്നെ ആൽക്കീൻസ്, ആൽക്കൈൻസ് that can form sigma or pi complexes with species like metal ions or atoms. അതായത് മെറ്റൽ അയൺസിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആറ്റത്തിനോടോ സിഗ്മ അല്ലെങ്കിൽ പൈ ബോണ്ടുകൾ ഉണ്ടാക്കാൻ കഴിവുള്ള ആൽക്കീൻസ്, ആൽക്കൈൻസ് പിന്നെ അത്തരം കോമ്പൗണ്ടുകളൊക്കെ എല്ലാം ഈ ലൂയിസ് ബേസസിലായിട്ട് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള, വളരെ ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ ഈ ലൂയിസ് ആസിഡ്സ്, ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ്. അപ്പോൾ തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് നമുക്ക് ആദ്യം തന്നെ പറയാം. എന്താ? ലൂയിസ് കൺസെപ്റ്റ് ക്ലാസിഫൈസ് almost all species which can form coordinate bonds into acids and bases. The concept is thus too general, which to some extent limits its utility. അപ്പോൾ അത്രയും ജനറൽ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റിയും വളരെ അത്രയും എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ദ റിലേറ്റീവ് സ്ട്രെങ്ത്സ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ഓൺ ദ ബേസിസ് ഓഫ് ദി കൺസെപ്റ്റ്. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം വീക്ക് ആണ് അങ്ങനെയൊക്കെ പറയാനുള്ള ലിമിറ്റേഷൻസും ഇവിടെ ഉണ്ട്. അതൊന്നും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നില്ല ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൂയിസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് ഈ രണ്ടെണ്ണാണുള്ളത്. വളരെ ജനറൽ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ യൂട്ടിലിറ്റി നമുക്ക് അത്രയും പറയാൻ പറ്റില്ല, എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ ആസിഡ് ആണ് ബേസ് ആണെന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് യൂട്ടിലിറ്റി ലിമിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കോർഡിനേറ്റ് ബോണ്ട്സ് വരെ ഉണ്ടാക്കാൻ കഴിവുള്ള സബ്സ്റ്റൻസസിനെ വരെ ആസിഡ്സും ബേസസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന്റെ യൂട്ടിലിറ്റി വളരെ കുറവാണെന്ന്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് ആസിഡ്സ് ആൻഡ് ബേസസിലത്തെ കൺസെപ്റ്റുകളൊക്കെ. അതുപോലെ പ്രസിപിറ്റേഷൻ, ടൈട്രേഷൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.